പേപ്പർ അല്ലേ, അത്ര ഭയങ്കര ഉറപ്പുള്ള വല്ല ഷീൽഡോ കാര്യങ്ങളോ ഒന്നും അല്ല. നിങ്ങളുടെ പേപ്പറാണ്, ചിലപ്പോൾ നൂലായിരിക്കും കെട്ടുണ്ടാവുക, അല്ലെങ്കിൽ പിന്നായിരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയാൽ ഇത് ആരുടെയാന്ന് നമുക്ക് മനസ്സിലാവില്ല, രജിസ്റ്റർ നമ്പർ ഇല്ലെങ്കിൽ. സോ എല്ലാ പേപ്പറിലും നിർബന്ധമായിട്ടും രജിസ്റ്റർ നമ്പർ എഴുതിയിരിക്കണം. അതുപോലെ പേജ് നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ എഴുതിയതിന്റെ കണ്ടിന്യൂവേഷൻ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പേജ് നമ്പർ നിർബന്ധമായിട്ട് എഴുതാം. അതുപോലെ A4 ഷീറ്റ് ആണ് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. പ്ലെയിൻ പേപ്പർ ആയിരിക്കണം. നിങ്ങൾ അതിൽ വരയുടെ അങ്ങനെ റൂൾഡ് ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ഒന്നും പറ്റത്തില്ല. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാല് മെയിൻ ആയിട്ട് ഇതൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബബിൾ ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി തരും. നിങ്ങളുടെ ഫ്രണ്ട് പേജ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബബിൾ ഷീറ്റ്, ലൈക്ക് നിങ്ങൾ ഈ SSLC എക്സാമിനൊക്കെ എഴുതിയില്ലായിരുന്നു, പബ്ലിക് എക്സാമിനൊക്കെ ഫ്രണ്ട് പേജ് ആയിട്ട് കിട്ടാറില്ലേ, അതായിരിക്കും. അതിൽ ചോദിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസേ നിങ്ങൾ ആഡ് ചെയ്യാനുള്ളൂ, എല്ലാം ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ അറിയിക്കും, എന്തൊക്കെ ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകൾ ഭാഗത്തായിട്ട് എല്ലാവരും എഴുതിയെടുത്തോ, പിന്നെയും പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂല കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും മുകളിലായിട്ട് ക്വസ്റ്റ്യൻ കോഡ്, സബ്ജക്ട് കോഡ് ഉണ്ടാകും. അത് നിങ്ങളുടെ ഫ്രണ്ട് ഈ ബബിൾ ഷീറ്റിലാണ് നിങ്ങൾ എഴുതാനുള്ളത്, അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ എന്ത് ഇങ്ക്, ഏത് കളർ ഇങ്ക് ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനൊന്നുമില്ല. നിങ്ങൾ അതിനെ ഭയങ്കര ഇതൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ നിങ്ങളുടെ ഇഷ്ടമാണ്. റെഡ് ഒന്നും കൊണ്ട് എഴുതരുത് ദയവ് ചെയ്തിട്ട്. ഓക്കെ, ബ്ലൂവോ ബ്ലാക്കോ യൂസ് ചെയ്യാം. പിന്നെന്തായിരുന്നു മെയിൻ ആയിട്ട്, എക്സാം തുടങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം. ഓക്കെ, ലിങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഇപ്പോ 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1:45 ഒരു 1:50 നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, 2 മണിക്ക് നമ്മൾ ലിങ്ക് ക്ലോസ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നമുക്ക് അതിലോട്ടേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, കയറാനും കഴിയില്ല, നിങ്ങൾക്ക് ലോക്കായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ജോയിൻ ചെയ്യാൻ നോക്കുക. ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ പകുതിക്ക് വന്നവരുണ്ട്, ഓക്കെ, തീരാറായപ്പോ വന്നവരുണ്ട്. അപ്പൊ അതൊന്നും എവിടെ അലൗഡ് അല്ല, ഫൈനൽ എക്സാമിന് പറ്റില്ല. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങളെ കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരാള് എക്സ്ട്രാ ഉണ്ടാകും. അത് ആരാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളിൽ ഒരാളായിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ഇവര് നമുക്ക് കൂടെ കൂടെ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഫർഹാന വീഡിയോ ഓഫാണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യും, പറയും ഫർഹാന വീഡിയോ ഓൺ എന്ന് പറയുമ്പോൾ ഓൺ ചെയ്തിരിക്കണം. അതെന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഓൺ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് വാർണിംഗ് ഉണ്ട്. എത്രയെന്ന് പറയുമ്പോൾ അവർ വാർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുത്ത് പുറത്തിടലാണ് നെക്സ്റ്റ് അടുത്ത പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് വാർണിംഗ് വരാതെ നോക്കണം. അതുപോലെ അൺമ്യൂട്ട് ആവാതെ നോക്കണം. എക്സാമിന് ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺമ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, കാരണം മറ്റ് കാൻഡിഡേറ്റ്സിന് അത് ബുദ്ധിമുട്ടാക്കും. ലൈക്ക് എഴുതി വരുമായിരിക്കും, നല്ല കത്തി നിൽക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ഒരു ഡൗട്ട് വയ്ക്കാം, ഡിം പോവും, എല്ലാം പോവും. അപ്പൊ പ്രത്യേകിച്ച് സ്കൂൾ ഓർഗനൈസേഷൻ ഒക്കെ പോയ വഴിക്ക് പിന്നെ പുല്ല് മുളക്കൂല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും അൺമ്യൂട്ട് ചെയ്യരുത്. അൺമ്യൂട്ട് ചെയ്യുന്നവർക്കാണ് പൊതുവെ വാർണിംഗ് വരാറുള്ളത്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പ്ലസ് നിങ്ങളുടെ പേര് എന്നുള്ള രീതിയിലുള്ള ID നെയിമിലാണ് കയറേണ്ടത്. അത് എത്ര പറഞ്ഞാലും പലരും തെറ്റിക്കാറുണ്ട്. ഇപ്പൊ അഖില ജാസ്മിൻ വഹാബ് എന്നൊക്കെ ഉള്ളടുത്ത് എന്ത് വേണം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അവർക്ക് പെട്ടെന്ന് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ അടുത്ത് അവർക്ക് സാനിയാനൊന്നും അറിയില്ല, കണ്ടാൽ അറിയൂല. നമ്മുടെ പേരിന്റെ താഴെ ആഡ് ചെയ്യണമെന്നല്ലേ? പേരിന്റെ കൂടെ ഇവിടെ ഈ ഒരു ID ഇപ്പൊ നിങ്ങളുടെ പേരാണെന്നില്ലേ, നിങ്ങളുടെ ഒക്കെ മുഖത്തിന് താഴെ കാണുന്നുണ്ടല്ലോ ഒരു പേര്, ബ്രാക്കറ്റിൽ അതിന്റെ ബ്രാക്കറ്റിലും കിട്ടാതെ ബ്രാക്കറ്റിലോ എങ്ങനെയാണെങ്കിലും അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പേരും ഉണ്ടായിരിക്കണം. അതുപോലെ കഴിഞ്ഞ ചിലർക്കുണ്ട്, കഴിഞ്ഞ മിസ് ഇറങ്ങട്ടെ, ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ, പറ്റില്ല. എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു കാരണവശാലും പറയാതെ മീൻസ് ചാറ്റ് ബോക്സിൽ പറയാതെ ഇറങ്ങരുത്. ആ ടൈം മുതലാണ് നിങ്ങളുടേത് എന്ത് ചെയ്യുക, അവര് ടൈം നോക്കുക, ടൈം കൗണ്ട് ചെയ്യാം. അപ്പൊ ഒരു എന്താ പറയാ 4:30 എക്സാം ഉള്ളത് 4:30 ഇറങ്ങി
പിന്നെ ആ ടൈം നിങ്ങൾ എഴുതി കൊടുത്താൽ പിന്നെ അങ്ങോട്ടുള്ള 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഉറപ്പായിട്ട് പേപ്പർ അയച്ചു കൊടുക്കണം. ആദ്യം 3 മിനിറ്റ് ആയിരുന്നു, ഇപ്പൊ 5 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അയക്കണം. ഇനി നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് മെയിൽ വഴിയാണ്. നിങ്ങളിപ്പോ ചെയ്തിട്ടുണ്ട്, നല്ലോണം മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, മിസ്സേ ഇതിലൊന്നും പോയിട്ട് കാണുന്നില്ല, ഫെയിൽഡ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാക്സിമം അങ്ങനെ വരാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അതിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. ആസ് എ ടീച്ചർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം മാം എന്നുള്ളതാണ്. ഒരു ചാറ്റ് മിനിറ്റ്. ബോക്സിൽ ലീവ് ചെയ്യുമ്പോൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് ലീവ് ചെയ്യുക. അത് നമ്മുടെ രജിസ്റ്റർ നമ്പർ മാത്രം ടൈപ്പ് ചെയ്യാനല്ലേ അന്ന് പറഞ്ഞ എന്തായിരുന്നു? മാം പറഞ്ഞ ലീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് ലീവ് ചെയ്യാവൂ. അപ്പം ഉം. അതിന്റെ അകത്ത് എന്താ ടൈപ്പ് ചെയ്യേണ്ടുള്ളത്? നമ്മുടെ പേര്. രജിസ്റ്റർ നമ്പർ തന്നെയാണ്. രജിസ്റ്റർ നമ്പർ മാത്രം ടൈപ്പ് ചെയ്തിട്ടാ മതി, വേറൊന്നും വേണ്ട. അവർക്ക് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവര്. ഓക്കെ, ഇവിടെ പിന്നെ എനക്കും കൂടി അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ആ പേരും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ആക്ച്വലി. ഇതിപ്പോ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കും, ഒന്നുകൂടി നോക്കേണ്ടി വരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. ഇത്ര വലിയ നമ്പർ ഇങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല എല്ലാവർക്കും. ചിലർക്ക് പറ്റും. അതേ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആരെങ്കിലും വീഡിയോ ഓഫ് ചെയ്യാനേ പാടില്ല. അവര് വന്ന് കേറുമ്പോ നിങ്ങൾ ഓഫ് ആണെങ്കിൽ നിങ്ങൾ ആബ്സെന്റ് ആണ്. ഓക്കെ, യാതൊരു കാരണവശാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാണ്ട്, അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നു. ഞാൻ അറിയാണ്ട് ഓഫായി പോയ പ്രശ്നമല്ല, ഒരു ടെൻഷനും വേണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പേരെ വിളിക്കുള്ളൂ. മെയിൽ ഞാനിപ്പോ മാം മെയിലും രജിസ്റ്റർ നമ്പർ മാത്രം എഴുതിയാൽ മതിയല്ലോ സബ്ജക്റ്റിന്റെ അവിടെ, വേറൊന്നും? നിങ്ങളുടെ കോഴ്സ് ഏതാന്ന് എഴുതണം. ചിലർ PPTTC ആയിരിക്കും, ചിലർ MTTC ആയിരിക്കും. മെയില് സബ്ജക്റ്റ് ആയിട്ട് എന്തൊക്കെ എഴുതണം എന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, മറ്റൊന്ന് നിങ്ങളുടെ എന്താ ഈ പറഞ്ഞ കോഴ്സ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് സെറ്റ് ചെയ്തിട്ട് അയക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് പറയുന്ന പോലെ നിങ്ങൾക്ക് അത് ഫെയിൽഡ് ആന്ന് കണ്ടു, ഉറപ്പിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അത് അയക്കാൻ പറ്റുന്നുള്ളൂ, ഒരു വഴിയും ഇല്ലെങ്കിൽ മാത്രമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ നമ്പർ മെന്ററിനെ ഏൽപ്പിക്കും, അതിലേക്ക് അയച്ചു കൊടുക്കുക. അല്ലാത്ത പക്ഷം അയച്ചു കൊടുക്കരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾ മെയിലായിട്ട് തന്നെ അയക്കണം. നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് പോയില്ല എന്നുള്ള ഒരു തോട്ട്, അങ്ങനെ നിങ്ങൾ ഉറപ്പിക്കണം ഇത് പോയി എന്നുള്ളത്. അത് എങ്ങനെ നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ മെയിലിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ SENT എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു മെനുവിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. അത് നോക്കണ സമയത്ത് നിങ്ങളുടെ അങ്ങോട്ട് പോയ ഐറ്റംസ് അത് ഫെയിൽഡ് ആണെങ്കിൽ ഫെയിൽഡ് എന്നും അതിൽ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഫെയിൽഡ് എന്ന് കാണുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, വേഗം മെൻറേപ്പിക്കുക. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞതല്ലോ? ഇനി അടുത്തതായിട്ട് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പലരും എബ്രോഡ് ഉള്ളവരുണ്ട്. എബ്രോഡ് ഉള്ളവർക്ക് സ്പെഷ്യൽ മെയിൽ ID ആയിരിക്കും. അവര് എല്ലാവരും ഇടുന്ന മെയിൽ IDയിലേക്കല്ല നിങ്ങളുടെ പേപ്പർ അയക്കേണ്ടത്. അവർക്ക് വേറെ തന്നെ മെയിൽ ID ഉണ്ട്. അതിലേക്ക് മാത്രമേ നിങ്ങൾ അയക്കാൻ വേണ്ടി പാടുള്ളൂ. അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, കഴിഞ്ഞ എക്സാം വരെ ഉണ്ടായിരുന്ന രീതി, ഓരോ എക്സാമിന് ഓരോ ലിങ്ക് ആയിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷിനാണെങ്കിൽ ഇംഗ്ലീഷിനായിട്ടുള്ള മെയിൽ ID ഉണ്ട്. ഓക്കെ, സ്കൂൾ ഓർഗനൈസേഷൻ അതിന്റെ മെയിൽ ID ഉണ്ട്. പക്ഷെ എബ്രോഡ് ഉള്ളവർക്ക് എല്ലാം സെയിം മെയിൽ IDയിലേക്കാണ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എബ്രോഡ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ അത് അങ്ങോട്ട് മാറി ഇങ്ങോട്ടൊക്കെ മാറി പിന്നെ പണി കിട്ടും. ഇത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന സംഭവമാണ്. ഓക്കെ, ഇനി നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വിതിൻ 1 വീക്ക് നിങ്ങളുടെ പേപ്പർ നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അഡ്രസ്സ് തരും, ആ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ പേപ്പർ പോസ്റ്റ് ചെയ്തിരിക്കണം. അതിൽ യാതൊരു വ്യത്യാസങ്ങളും വരാൻ പാടില്ല. അത് നിങ്ങളുടെ മാർക്കിനെ കുറക്കാനാണ് ചാൻസ് ഉള്ളത്. അതിലൊരു തിരുത്തലോ ഒന്നും പാടില്ല, ഒരു കറക്ഷനോ പാടില്ല. കാരണം നിങ്ങളുടെ പേപ്പറിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഇതാണ് 2 തവണ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡബിൾ എന്താ പറയാ ചെക്ക് ഉണ്ട് ഇത്, ഈ പേപ്പർ. അത് അവിടുന്ന് മെയിലുള്ളതും പിന്നെ പേപ്പറിലുമാണ് നോക്കുക. അപ്പൊ അതില് വ്യത്യാസം വരുമ്പോ നിങ്ങളെ ബാധിക്കും കേട്ടോ, അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി എന്താ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ? ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ വരുമായിരിക്കും, പറഞ്ഞു. മാം ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം കറക്റ്റ് എക്സാമിന് എങ്ങനെ ഇരിക്കുന്നതെന്ന്. പറയുന്നതിലും നല്ലത് കുറച്ചും കൂടി കാണിച്ചു തരുന്നേ. ഓ മൈ ഗോഡ്, ഈ അവസ്ഥ ഞാൻ ഇപ്പൊ സുഖമില്ലാണ്ട് കിടക്കാണ്. പിന്നെ ഞാൻ കറക്റ്റ് ആക്കി തരാം. ആരെങ്കിലും ഒരാളൊന്ന് ശരിക്കും ഒന്ന് ഇരുന്നേ, ഇരിക്കാൻ ഉദ്ദേശിച്ച രീതിയിലൊന്ന് ഇരുന്നേ, ഞാൻ പറഞ്ഞുതരാം. മാം ആരെങ്കിലും ഒരാളെ ലാസ്റ്റ് പറഞ്ഞതും പക്ഷെ മോഡൽ എക്സാമിന് മാം എന്ന് പറഞ്ഞപ്പോ വേറൊരു രീതിയാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആയി പോയതില്. ഒരു മിനിറ്റ് ഞാൻ പറയാം. സാനിയ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്തോ ഇമേജ് വെച്ചിട്ടുണ്ട്, അത് പാടില്ല കേട്ടോ, അത് ഉണ്ടാവാൻ പാടില്ല.
ഓക്കെ, അത് ശ്രദ്ധിക്കണം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് പറയാം. നിങ്ങളുടെ ഒരു എന്താ പറയാ, നമ്മളൊരു ചെയർ ഫ്രണ്ടിൽ ഒരു ടാബിൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര ഭാഗം കാണും? യെസ്, കുറച്ചും കൂടി ജാസ്മിന്റെ കുറച്ചും കൂടി ബാക്ക് അടിക്കുക, കുറച്ചുകൂടി ബാക്കോട്ട് വെക്കുക. ഒരുപാട് നിങ്ങൾക്ക് ബാക്ക് വെക്കാൻ പറ്റില്ല, എനിക്കറിയാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കാനുള്ളതാണ്, റൈറ്റ്? അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് ദൂരെ ഇപ്പൊ ജാസ്മിൻ ഓക്കെയാണ്, പെർഫെക്റ്റ് ഓക്കെയാണ്, ഇത്ര മതി, ഇങ്ങനെ മതി. ഓക്കെ, ഇതുപോലെ ചിലരുണ്ട്, ഞാൻ എത്ര വിളിച്ചാലും മൈൻഡ് ആക്കൂല. എന്താക്കുന്നറിയോ? നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, എക്സാമിന് ഏതോ ഒരാളെ ഈ എക്സാമിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, വിളിച്ചാലും അന്നത്തെ മോഡലാണ്. നിങ്ങൾ ഇനി കംപ്ലീറ്റ് എഴുതാൻ ഞാൻ ചിലപ്പോൾ ചാൻസ് തന്നേക്കാം, പക്ഷെ നിങ്ങൾക്ക് അവിടെ വാണിംഗ് എന്നാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ അവരെടുക്കൂല. ഒരു വർഷം വെറുതെ കളയരുത്. നമുക്ക് പോലും അവിടെ വോയിസ് ഇല്ല. അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോ നിങ്ങൾ നിങ്ങളെ മൊത്തമായിട്ട് എല്ലാം ഓക്കെ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ വിളിക്കും ഫർഹാന എന്ന് വിളിക്കും. ഫർഹാൻ എന്ത് ചെയ്യണം? എന്റെ വീഡിയോ ഓൺ ആണോ, ഞാൻ എല്ലാം ഓക്കെ ആണോ, ഒക്കെ നോക്കണം. അതുപോലെ നിങ്ങൾ ഐ മൂവ്മെന്റ്സ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ എക്സാമിനെ ബാധിക്കും. അങ്ങോട്ട് നോക്കി എഴുതുക, ഇങ്ങോട്ട് നോക്കിയിരിക്കുക. അത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും. ചിന്തിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾ പേപ്പറിലേക്ക് ഫ്രണ്ട് പേപ്പറിൽ നോക്കിയിട്ട് എഴുതുമ്പോൾ തന്നെ ചിന്തിക്കുക. ഓക്കെ, ചിലര് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. ഒരാളും നിങ്ങളുടെ അടുത്ത് വേണ്ട. ഇതിനെ സീരിയസ് ആയിട്ട് കാണാം. നിങ്ങളുടെ പബ്ലിക് എക്സാം ആണെന്നുള്ള ബോധം വേണം. ചിലര് മക്കള് വന്നിട്ടുണ്ട്, തുറന്നു കൊടുക്കട്ടെ, ഓക്കെ, ചായ കൊടുക്കട്ടെ, മദ്രസയിലായിക്കട്ടെ, അംഗൻവാടി കൂട്ടാൻ പോട്ടെ, അങ്ങനെ പോകുന്നവർ അങ്ങനെ പൊയ്ക്കോളാം. പിന്നെ തിരിച്ചു വരണം എന്നില്ല ഗൈസ്. ഓക്കെ, ഫൈനൽ എക്സാം ആണ്, അതിൻ്റെതായ വാല്യൂ ഇതിന് കൊടുക്കുക. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഇത്, നഷ്ടപ്പെടുത്തരുത്. പിന്നെ ആയിരിക്കില്ലേ കൂടുതൽ വരാൻ ചാൻസ്? ആഫ്റ്റർനൂൺ ആണ് പൊതുവെ ഇതുവരെ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ പലരും ജോലിയുടെ കാര്യങ്ങളും ഒക്കെ ഇൻഫോം ചെയ്തതുകൊണ്ട് നൈറ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങളെ ഒരു 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 2 ദിവസത്തിനുള്ളിൽ അറിയിക്കാം, കൺഫേം ആക്കിയിട്ട്. അതിന്റെ രീതിയിൽ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. നൈറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? യെസ്, നൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മോഡൽ എക്സാം തന്നെ 2 ദിവസം കറണ്ടില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് മൂവ് ചെയ്താൽ നൈറ്റ് ചേഞ്ച് ചെയ്ത് തരും, അങ്ങനെ വല്ല ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെ? ഇൻ കേസ് നൈറ്റ് വെച്ചു ടൈം, അപ്പൊ ഞങ്ങള് ഭൂരിഭാഗം ആൾക്ക് നൈറ്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ ടൈം ചേഞ്ചിങ് വല്ലതും ഉണ്ടാവുമോ എന്ന് ചോദിച്ചതാണ്. ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾ മെന്ററെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ മെന്ററുടെ ഭാഗത്ത് നിന്നാണ് ടൈം ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് വന്നിട്ടുള്ളത്. ആരെങ്കിലും ആയിട്ട് പറഞ്ഞോണ്ടോ എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തായാലും 6 days ചേഞ്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് പോയത്, നൈറ്റ് ടൈം കൂടുതൽ. നിങ്ങളൊന്ന് പറഞ്ഞിട്ട് മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു മീറ്റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അത് ഡിസ്കസ് ചെയ്ത് ഒരു ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എന്നെ അറിയിക്കുക മെന്റർ ത്രൂ. ഓക്കെ, ദെൻ ഇനി പറയാനുള്ള ഞാൻ എന്തോ പറയാൻ ഉദ്ദേശിച്ചു. മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഹലോ, ഈ എബ്രോഡ് ഉള്ളവർ മാത്രമാണോ പേപ്പർ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്, നാട്ടിലുള്ളവർ സെൻഡ് ചെയ്യണോ? അതായത് എബ്രോഡ് ഉള്ളവർ പേപ്പർ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ എബ്രോഡ് ആണെന്നുള്ള തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നിക്ക് മെന്ററിന് ഉറപ്പുണ്ടായിരിക്കണം, ഇന്നാള് എബ്രോഡ് തന്നെയാന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള തെളിവ് അറിയിക്കണം, എത്തിച്ചു കൊടുക്കണം, നിങ്ങൾ എബ്രോഡ് ആന്നുള്ളത് എന്നുള്ളത്. അതൊക്കെ സിമ്പിൾ ആണ്. ദെൻ അങ്ങനെയുള്ളവര് പേപ്പർ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവരെല്ലാവരും പേപ്പർ നിർബന്ധമായിട്ട് അയക്കണം. അപ്പൊ ആ പേപ്പർ മിസ്സായാൽ നിങ്ങൾ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് മെയിൽ മാത്രം ചെയ്താൽ മതി അല്ലേ? നിങ്ങൾ മെയിൽ ചെയ്താൽ മതി. മെയിൽ ചെയ്തിരിക്കണം, ഒന്നുപോലും മിസ്സാവാതെ ആബ്സെന്റ് ആവും. ഓക്കെ, ഓൺലൈൻ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഇനി എന്താണ് ചോദിച്ചോളൂ. പലരും പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുള്ളൂ. പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഞാൻ മുന്നേ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അത് ആവർത്തിക്കുന്നില്ല. എങ്കിലും ഒന്ന് എക്സ്ട്രാ കൂട്ടി പറയാണ്, നിങ്ങളുടെ ലെസൺ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. നിങ്ങളുടെ ഓൺലൈൻ ട്രെയിനിങ് ചെയ്തവരത് ഓൺലൈൻ ആയിട്ട് അതിൻ്റെത് വേണം, ഓഫ്ലൈൻ ചെയ്തവരത് ഓഫ്ലൈൻ ആയിട്ട് കയ്യിൽ വേണം. ഓക്കെ,
അപ്പോ ഓൺലൈനായിട്ട് ചെയ്തവരുടെ ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഓഫ്ലൈൻ ചെയ്തവരുടെ പോലെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാനൊന്നും ഇല്ല. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ അങ്ങനെ നിങ്ങൾ അറിയിക്കണം. ഞാൻ ഓൺലൈൻ ആയിട്ടാണ് ചെയ്തത്, അല്ലാത്തവർ ഓഫ്ലൈൻ ആയിട്ടാണ് ചെയ്തത്, ആ രീതിയിൽ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് നുസ്രത്ത് മിസ് തന്ന ആ മോഡൽ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യണേ. മീൻസ് ജോലിക്ക് അതിലല്ലല്ലോ എഴുതിയേക്കണ. എങ്ങനെ? ഞാൻ ഓഫ്ലൈൻ ആണ് ചെയ്തത്, പക്ഷെ മിസ് ഷാന മിസ്സിന്റെ ആ മോഡലിൽ ഞാൻ ലെസൺ പ്ലാൻ എഴുതി. എനിക്ക് അത് കുറച്ച് ഈസി ആയിട്ട് തോന്നി. ഓക്കെ, അത് ഈസിയാണ്, സിമ്പിൾ ആണ്. പക്ഷെ നമ്മുടെ ഈ ഒരു മോഡേൺ ഇതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ജോലിക്കൊക്കെ ജോയിൻ ചെയ്ത എന്തായാലും നിങ്ങൾക്ക് നുസ്രത്ത് മിസ്സിന്റെ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവുക. സോ നിങ്ങൾക്ക് ഒന്നുകൂടി വർക്ക് സിമ്പിൾ ആയിക്കോട്ടെ എന്നായിരുന്നു ഞാൻ അന്ന് പെർമിഷൻ തന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതിന്റെ പ്രാക്ടീസ് വേണം. മറ്റേ മെത്തേഡ് നിങ്ങളെ ജോലിയിൽ ഒന്നുകൂടി ഫിക്സ് ആക്കും. അപ്പൊ ഇനി മനസ്സിലായില്ലേ? മാറ്റി എഴുതണം മിസ്റ്റർ? എഴുതി കഴിഞ്ഞവരിനി മാറ്റി എഴുതണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കട്ടെ. മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കും. ഇനി നിങ്ങൾ ഇന്ന് മുതൽ അങ്ങോട്ട് ഗ്രൂപ്പുകളിലെല്ലാം പറഞ്ഞത് ഗ്രൂപ്പ് ഗ്രൂപ്പിലെല്ലാം അലേർട്ട് ആയിട്ടുണ്ടായിരിക്കണം. ഓരോ മെസ്സേജ് അയക്കുമ്പോൾ അപ്പപ്പോ കാണണം. മെന്റേഴ്സ് ചോദിക്കുന്ന ഡാറ്റാസ് അപ്പപ്പോ അയച്ചു കൊടുക്കണം. അതിലൊരു ലാഗ് വരുന്നതിന് നമ്മുടെ എക്സാമിന്റെ ഡേറ്റും മുന്നോട്ട് പോകും. ഓക്കെ, ചട്ടപ്പട്ടയെന്ന് കാര്യങ്ങൾ നടക്കട്ടെ. ഇനി എന്താണ് അറിയാനുള്ളത്? മാം എന്തോ ഈ എക്സാം ടൈമും 2.5 hours അല്ലേ? യെസ്. മോഡൽ മോഡൽ 2 hours ആണ് നടന്നത്. 2 hours അല്ലേ? 2.5 മണിക്കൂറാണ് നിങ്ങൾക്കുള്ള ടൈം. ഓക്കെ, ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ 2 മണി മുതൽ 4:30 വരെ. എങ്ങനെ? പ്രാക്ടിക്കൽ എക്സാം എത്ര മാർക്കിനാ? 100 മാർക്സ് തന്നെയാണ്. 100 മാർക്കായിരിക്കും. പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും നിങ്ങളുടെ മോഡൽ പോലെ തന്നെ. എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് ഞാൻ ചോദിച്ചതാണല്ലോ ഓൾറെഡി. മോഡൽ ഒരിക്കലും രണ്ട് ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. മാം പറഞ്ഞ മോഡലല്ല. ഏത് മോഡലാ വരുന്നത്? 3, 5, 10, 15 അങ്ങനെ വന്നതുകൊണ്ട് 3, 5, 10, 20 വന്നതൊക്കെ ഉണ്ട്. 20 മാർക്ക് എങ്ങനെയാ വരുന്നത് ആ മോഡൽ? മിസ് ഒന്ന് കോമൺ പറഞ്ഞുതരാമോ? വരാൻ ചാൻസ് കൂടുതലുള്ള സ്കൂൾ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ പൊതുവെ എനിക്കിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചാൻസ് ഏറ്റവും കൂടുതൽ ഒന്ന് ആൻസർ ദ ഫോളോയിങ് ആയിരിക്കും. രണ്ടാമത്തത് ആൻസർ ദ ഫോളോയിങ് മീൻസ് അതിൽ ചിലപ്പോ നമ്മൾ ഡാഷ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലത് വാട്ട് ഈസ് എന്നായിരിക്കും, ആ രീതിയിലായിരിക്കും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു 10 മാർക്കിന് ഉണ്ടാവും ഉറപ്പായിട്ട്. വൺ വേർഡ് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 1 സെന്റൻസ് ഒക്കെ ആയിപ്പോവും. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 10 എണ്ണം. പിന്നെ മാച്ച് ദ ഫോളോയിങ് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, കൺഫേം ആണ്, ആയിരിക്കും എന്തായാലും ഒരു 98% കൊടുക്കാം. എന്തായാലും അത്രയും ഉറപ്പാണ്. അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് എന്തായാലും ഉണ്ടാവും. അത് മിക്കവാറും 3 മാർക്കിനായിരിക്കും. പിന്നെ നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് ഉറപ്പായിട്ട് 5 മാർക്കിനായിരിക്കും. 2 എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 15 മാർക്കിനായിരിക്കും. ഇതാണ് ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടുതൽ വന്ന പാറ്റേൺ. മറ്റേതൊക്കെ വേറെ വന്നു എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് വന്നിട്ടുള്ളതാ. ഓക്കെ, അങ്ങനെയും വന്നേക്കാം. നിങ്ങളുടെ കയ്യിൽ അത് എന്തായാലും ഉണ്ടല്ലോ. നിങ്ങൾ ആ ഒരു മെത്തേഡും പഠിച്ചു വെക്കുക. എന്നിരുന്നാലും നിലവിൽ ഇപ്പൊ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ലാസ്റ്റിലോട്ട് അവരവർ മീൻസ് അതത് സബ്ജക്ട് മെന്റേഴ്സ് തന്ന ഒരു പാറ്റേണിൽ തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ വർക്ക്സ് പ്രാക്ടിക്കൽ നിങ്ങളൊന്ന് കാര്യമായിട്ട് കാണുക. നിങ്ങളുടെ വർക്ക്സ് ഒന്നും മിസ്സാവരുത്, എല്ലാം മിസ്സിന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ GK ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിൽ പല കാര്യങ്ങളും ഉണ്ടാകും, മന്ത്രിമാരും അതും ഇതും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഇപ്പൊ എല്ലാം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പഴയതൊന്നും എടുത്ത് പറയാൻ നിൽക്കരുത്. അതൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കൂടുതലും മോണ്ടിസറിക്കാർക്ക് മിക്കവാറും മോണ്ടിസറി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം തന്നെയായിരിക്കും ഉണ്ടാവുക. ചാൻസ് ആണേ, ഒന്നും ഉറപ്പിക്കുന്നില്ല. പിന്നെ ഒന്ന് ലെസൺ പ്ലാൻ ആണ്. ലെസൺ പ്ലാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആസ് എ ടീച്ചർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സൊല്യൂഷൻ ലൈക്ക് ഇന്ന കുട്ടി വന്നാൽ എങ്ങനെ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായേക്കാം. ചാൻസ് ആണ് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ആയിട്ട് വരാം. ഓക്കെ, പിന്നെ ഡെമോ അത് മറക്കരുതേ. ഡെമോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡെമോ എന്തായാലും ഉണ്ടാവും, അതിലൊരു ഇതുമില്ല.
ഡെമോ ഉണ്ടാവും. പിന്നെന്തായിരുന്നു? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ള. ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, വളരെ കൂളല്ലേ, ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. മാം അന്ന് എന്താ അങ്ങനെ വരില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്നത്, അങ്ങനെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നാൽ നമ്മളത് അറിയിക്കണോ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നാലുള്ളത് കാരണം നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആണല്ലോ, 3 മാർക്കിനാണോ 10 മാർക്കിനാണോ എഴുതണുള്ളതെന്ന്. യെസ് യെസ് അങ്ങനെ അതായത് അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മീൻസ് പേപ്പറിൽ തെറ്റ് പറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് അറിയിക്കാം. അല്ലാതെ ഇതെന്താണെന്ന് ചോദിക്കുന്നതാണ് ഈ പ്രശ്നം. വാട്ട് ഈസ് ടൈം ടേബിൾ എന്ന് ക്വസ്റ്റ്യൻ വന്നപ്പോ അതെന്താണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പൊ അതുപോലും അറിയാത്തവരെയാണോ നിങ്ങൾ ടീച്ചർ ആക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോദ്യം വന്നത്. പിന്നെ നിങ്ങളൊന്ന് റിപ്പീറ്റ് ആലോചിച്ച് ക്വസ്റ്റ്യൻ വന്നാ പറയണ്ടെന്നല്ലേ മിസ് പറഞ്ഞത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുവാന്നുണ്ടെങ്കിൽ സെയിം ആൻസർ എഴുതി കൊടുക്കുക. വളരെ എന്താ പറയാ, റെയർ ആയിട്ട് അങ്ങനെ വരാറുള്ളൂ. അങ്ങനെ വരാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ ചോദിക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാണ്, ചോദിക്കേണ്ട അതേ ആൻസർ എഴുതി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ദെൻ എങ്ങനെ? മിസ്റ്റേക്ക് വന്നാലും നമ്മൾ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതിയല്ലോ. യെസ്, ക്വസ്റ്റ്യൻ കൊണ്ട് ഇപ്പൊ എഴുതാനല്ല. അത് പണ്ടത്തവരൊക്കെ പറയുന്നേക്ക, അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാൽ. അങ്ങനല്ല, അതിന്റെ ആൻസർ ആണ് എഴുതാൻ പറയുന്നത് കേട്ടാ. അതന്നെ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം ഇരുത്തി പഠിക്കുക. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾക്ക് എസ് എ ഏതൊക്കെ വരും എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. കറക്റ്റ് മീൻസ് ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള 2-3 എണ്ണം. അതിൽ നിന്ന് 2 എണ്ണം ഉറപ്പായിട്ട് വരും. അത് എന്ത് വന്നാലും വരും. അതിന് ഏറ്റവും പോസിബിലിറ്റി ഏതാന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. റിപ്പീറ്റഡ് ആയിട്ട് ഏതാണ് വന്നിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും മിക്കവാറും വരിക. പഠിച്ചു വെക്കുക. പിന്നെ എത്ര എഴുതണം എന്ന് ചോദിക്കുന്നവരുണ്ട്. 3 മാർക്സിനാണെങ്കിൽ നമ്മള് ചിലതിനൊക്കെ നമ്മളത് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ, ഇത്ര സെന്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സ്കൂൾ ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ഇതില്ല, അങ്ങനെ ബ്രാക്കറ്റിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇനിയും കൊടുക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെ വരുന്ന സമയത്ത് 3 മാർക്കിന് ഒരു 3 ലൈനോ എന്താ പറയാ, ഒരു ചെറിയ ഒരു പാരഗ്രാഫിന്റെ പകുതി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു പാരഗ്രാഫിന്റെ പകുതി അത്രയും മതിയാകും. ചിലത് ഒറ്റ സെന്റൻസിൽ തീർക്കേണ്ടത് 3 മാർക്കിന് കിട്ടും. ഇപ്പൊ നമ്മുടെ എന്താ റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ഉള്ളത്ര എഴുതിയാൽ മതി. നിങ്ങൾ അത് അയ്യോ ഇത് 3 മാർക്കിനില്ല കൂടുതൽ നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ഒന്നും വേണ്ട, ആ ഉള്ളത് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ പിന്നെന്തായിരുന്നു? പാരഗ്രാഫ് ആവുമ്പോ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. 5 മാർക്കാണ്. എസ് എ എന്ന് പറയുന്ന സമയത്ത് പിന്നെ അതിന് ഞാനൊരു ലിമിറ്റ് വെക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് എത്ര ആവും ഒന്നും പറഞ്ഞില്ല. കാര്യം 5 മാർക്കിന്റെ വന്നാ ഓക്കെ, 10 മാർക്കിന്റെ അഥവാ വരുവാണെങ്കിൽ എങ്ങനെ, എത്ര അത് എത്ര സൈസ് എടുത്താൽ എത്ര കാണണം? ഒരു പേജ് ഒരു പുറം മൊത്തം വേണ്ടി വരും, അല്ലെങ്കിൽ 1.5 വേണ്ടി വരും. യെസ്, എന്നെ വിളിക്കണ്ടോ? 5 മാർക്ക് ആണെങ്കിൽ ഒരു പുറം, 10 മാർക്ക് ആണെങ്കിൽ ഒരു പേജിൽ 2 പുറം, അങ്ങനല്ലേ മിസ് ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്രയാണോ തന്ന അത്ര എഴുതിയാൽ മതി. നിങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതെ, അതങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഏകദേശം ഇപ്പം എത്ര എഴുതണമെന്ന് ചോദിച്ചതാ. ഓക്കെ, അത് 10 മാർക്കാണെങ്കിൽ 1.5 എഴുതിക്കോ. 5-നാണെങ്കിൽ ഒരു പേജ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. അത്യാവശ്യം എഴുതാൻ ഉണ്ടാകും. ഓരോ ഹാൻഡ് റൈറ്റിംഗ് പോലെയാണ് കേട്ടോ. പിന്നെ ചിലരൊക്കെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്, ചിലരൊക്കെ നല്ല ഗ്യാപ്പിൽ എഴുതുന്നവരുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് അത് മാറും. ഒരു നോർമലായിട്ട് എഴുതുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ ടൈം ടേബിൾ, വാട്ട് ഈസ് ടൈം ടേബിൾ, അല്ലെങ്കിൽ റോൾ ഓഫ് സ്കൂൾ കലണ്ടർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, കണ്ടിട്ടില്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. ആ പോയിന്റ്സ് പ്ലസ് കുറച്ച് ഒരു ചെറിയൊരു കൺക്ലൂഷൻ, അത് അത്രേ എഴുതണ്ടു. ഓക്കെ, അതിന് കൂടുതലൊന്നും നിങ്ങൾ ആഡ് ചെയ്യൊന്നും വേണ്ട. മനസ്സിലായില്ലേ? നിങ്ങളുടേതായ ഒപ്പീനിയൻ എഴുതാൻ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എഴുതിക്കോ, വാരി വലിച്ച് എഴുതിക്കോ, നിങ്ങൾക്ക് തോന്നിയല്ല എഴുതിക്കോ. പക്ഷെ അങ്ങനെ വരാൻ ചാൻസ് കുറവാ. സ്കൂൾ ഓർഗനൈസേഷൻ അങ്ങനെ വരുത്ത് കുറവാ. മോണ്ടിസറിയിൽ വരുത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, മോണ്ടിസറി ആണോ തിയറി ആണോ എന്നറിയില്ല. ഏതോ ഒന്നില് നിങ്ങൾ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിലുള്ള ഒരു പോയിന്റ് ഓൺ വോയിസിലോ ആ രീതി ഓൺ പ്രീ എന്താ പ്രൈമറി കമന്റ് എങ്ങനെ സോറിയിലല്ല, പ്രീ പ്രൈമറിയില്ല ചോദ്യം.
അങ്ങനെ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എഴുതാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. പക്ഷെ സ്കൂൾ ഓർഗനൈസേഷൻ അവിടെ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾ എന്താണോ പഠിച്ചത് അത് എഴുതിയാൽ തന്നെ നിങ്ങൾ പേപ്പർ ഫുൾ ആയിക്കോളും. ഓക്കെ, അപ്പൊ 15 മാർക്കിന് അടിച്ചു എഴുതിക്കോ, അതിന് ഒരു ലിമിറ്റും ഇല്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഓക്കെ ഇത്ര മതി എന്ന് തോന്നുന്ന അത്ര എഴുതിക്കോ. എന്റെ അഭിപ്രായത്തില് ഫാസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ മാത്രം ഒപ്പീനിയനാ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി അതുപോലെ എഴുതാം. ഫസ്റ്റ് എസ് എഴുതിയിട്ട് പിന്നെ ഇതിലേക്ക് പോകുന്നേ ബെറ്റർ, ചെറിയ ചെറിയ ആൻസേഴ്സിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതത് എഴുതാട്ടോ. നിങ്ങൾക്ക് ഈ ലിങ്കിൽ വേറെ ഏതോ ക്ലാസ് നടക്കാനുള്ളതാന്ന് തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. മാം ഓഫ്ലൈൻ എക്സാം ഉണ്ടാവില്ല, ഓഫ്ലൈൻ ഓൺലൈൻ എക്സാം ഉണ്ടാവും. ഓൺലൈന് മാത്രമേ ഉള്ളൂ. അല്ല ആദ്യം പറഞ്ഞില്ലേനാ ഓഫ്ലൈൻ എക്സാം ഉണ്ടാവും. ഓഫ്ലൈൻ എക്സാം അത് അതിന്റെ ഡീറ്റെയിൽസ് മെന്ററോട് ചോദിക്കാം കേട്ടോ. അത് ആ, ഇതുവരെ അതിന്റെ കാരണം ഓഫ്ലൈൻ എക്സാം നടത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 കുട്ടികളെങ്കിലും ഓഫ്ലൈൻ വരാൻ റെഡി ആവണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് അധിക കുട്ടികളും ഓൺലൈനായിട്ട് എഴുതാന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഓഫ്ലൈനിന്റെ കാര്യം ചിന്തിക്കാതിരുന്നത്. പിന്നെ ഇപ്പൊ ഈ അടുത്താണ് ഹർഷിത മിസ് ചോദിച്ചത് ഓഫ്ലൈനായിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഓൺലൈൻ എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സെറ്റ് ആക്കിയിട്ട് എഴുതാം. ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ. ഇനി നമുക്ക് എവിടെ കാണാം? നമ്മൾ കോൺവൊക്കേഷനിലൊക്കെ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എക്സാമിന് ഞാൻ ഉണ്ടാവും പക്ഷെ എന്നെ കാണൂല. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം പറയട്ടെ, ഞാൻ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. എനക്കും അവിടെ ഇതുണ്ട് കേട്ടോ, എന്നെയും നോക്കുന്നുണ്ട് അവര്, എനക്കും ഉണ്ട് മാർക്ക്, അല്ലെങ്കിൽ എന്നെയും ചവിട്ടി പുറത്താക്കും. അപ്പൊ അവിടുന്ന് ധന്യൊക്കെ വിചാരിക്കും എന്റെ സ്ഥാനം ഇങ്ങനെയല്ല എന്നൊന്നും കരുതരുത് കേട്ടോ. ക്ലാസ് ചെയ്ത് മനസ്സിലായി. എനിക്കത് മോഡലിനെ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. എനിവേ താങ്ക് യു, ബൈ. ഇതിൽ ലിങ്ക് വേണ്ടതാണ് കേട്ടോ. അപ്പൊ ബൈ ഡാ, ബൈ. Bye. Okay. Thank you, ma'am. Thank you.